ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. പിമാറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ സൺഡേയിൽ എത്തി കേട്ടോ. ഇന്ന് സൺഡേയിൽ വീട്ടിൽ ഒരുപാട് പരിപാടികളുണ്ട്. ഈവനിങ് നമുക്ക് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിപ്പോൾ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം മറക്കരുത്. എവിടെക്കടാ നമ്മളെ ഹണി ബണ്ണി ഒരു വാതിൽ തുറന്നാൽ താഴത്തേക്ക് പോകാൻ വേണ്ടി. മഞ്ഞല്ല, ബണ്ണി ബണ്ണി. അവള് മഞ്ഞന്ന് പറഞ്ഞ് മഞ്ഞി. വാതിൽ തുറന്നാല് പുറത്തേക്ക് പോകും. കേക്കോ ഒറ്റളെ പുറത്തേക്ക് കൊണ്ടോ. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഈ ഒരു ഗ്രീൻ മാറ്റ് ഇത് റബ്ബർ മക്ക് വലിച്ചു കിട്ടിയിട്ടാണ്. ബാക്കത്തെ റബ്ബർ മക്ക് അവിടെ റബ്ബർ മറിഞ്ഞ കഴിഞ്ഞ സമയത്ത് സീസണിൽ കാറ്റടിച്ച് റബ്ബർ മറിഞ്ഞപ്പോൾ പൊട്ടിയാണ്ട് വീണതാണ്. അപ്പം ഇനി അതും അടുത്ത റബ്ബർ മക്ക് വലിച്ചു കെട്ടണം. അപ്പം അതിന് കെയർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കെയർ കിട്ടിയിട്ട് അവരോട് നോക്കണം. ഈ കാലിൻ്റെ അടിയിൽ നിന്ന് പോകണില്ല. അപ്പോൾ കെട്ടണമെങ്കിൽ കെയർ വേണം. കെയർ കിട്ടിയില്ല. അത് ഇവിടെ കൊണ്ടുവന്ന കെയർ കഴിഞ്ഞു വാങ്ങിക്കൊണ്ടുവന്നിട്ട് വേണം. അപ്പം നമുക്ക് ചായ കൂടി കഴിഞ്ഞിട്ട് അത് പോയി കൊണ്ടുവരാം. ലവ് ബേർഡ്സ് അല്ലെന്നില്ല കുറേ ഉണ്ടായിപ്പോൾ. എല്ലാ കുറി ഇത്രയൊന്നും ഉണ്ടാകാറില്ല. എന്താ നോക്കണേ? പ്രാവും തന്നെ ഇപ്പോൾ വിരിയും. ഇതാട്ടോ പെണ്ണ് പ്രാവ്, മറ്റേത് ആണാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അടയിരിക്കുകയാണ്. കൂട്ടിലിഞ്ഞും കുട്ടികൾ ഇറങ്ങാനുണ്ട്. അവിടെ ഇതിൻ്റെ എണ്ണം കുറച്ച് നോക്കണം. കുട്ടികളൊക്കെ കളിക്കാൻ പോയിക്കാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി വരുള്ളൂ. അപ്പോൾ നമുക്ക് കയറ് വാങ്ങിക്കൊണ്ടു കേട്ടോ. നമ്മളെ ശംഭുവിന് റോഡ് സൈഡ് കെട്ടിയേക്കാം. ശംഭുപോത്തെ നമ്മളെ വെല്ലും പഠിക്കാത്ത കളിയിൽ വേറെ മാറ്റി പോകാം. അപ്പോൾ കെയർ കൊണ്ടുവന്നു. ഇത് രണ്ട് സൈഡ് കെട്ടിയിട്ട് അവിടെ വലിച്ചു കെട്ടോ. ഓക്കെ, അത് വരുന്നുണ്ട്. രണ്ടാണെന്തായാലും പോകാം. പരിപാടി നോക്കാം. എന്നിട്ട് പോയി ഫുഡ് കഴിക്കാം. കോഴിക്കുട്ടികൾ നമുക്കിതാ ഈ റബ്ബർ മക്കാണ് വലിച്ചു കെട്ടുക. ആ കയറുണ്ടായിരുന്നേ ഇവിടെ പുറത്ത് കറിഞ്ഞാണ് ഇതിവിടെ. ഓക്കെ, കൊണ്ടവിടെ കയറി എറിഞ്ഞിട്ട് ഈ റബ്ബർ മക്ക് പിടിച്ച് കെട്ടിയാൽ മതി. ഇവിടെ കെട്ടി കൊഞ്ച് കയറാൻ കെട്ടിട്ട് തരില്ലേ? അവിടെ കെട്ടിയിട്ട് അവിടെ ഉണ്ടോ? ഞാൻ എൻ്റെ തുമ്പം കെട്ടിയിട്ട് അവിടെ ഇട്ടുള്ളേ. ഇവിടെ സെൻറ്ററത്ത് തന്നെ അത് അയച്ചിട്ട് ഉണ്ടാക്കാം. നമ്മൾ പഴയ കെട്ടിയ കയറാണ്. കയലായിക്കിടും. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് ചായ കുടിക്കണം കേട്ടോ. നല്ല പൈസ ഉണ്ട്. അപ്പോൾ അതും കെട്ടിട്ടോ ഏകദേശം ലെവലിലായിക്കണം. രണ്ട് പരത്തുമ്പോൾ കെട്ടിയിട്ടുള്ളൂ. സെൻറ്ററിൽ ചെറിയ സ്ലോപ്പുണ്ട്. അതാണ് പുതിയ. ഇത് പുതിയ ആളല്ലേ ബണ്ണി? ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ ചായ കൂടി കഴിഞ്ഞു. ആ ഇപ്പാൻ്റെ പരിപാടി കയറാം. അവിടെ കെട്ടിയേക്കേനു റോഡ് സൈഡിലല്ലേ? പോത്തിന് കെട്ടിയത് പഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞു. ഇനി പരിപാടി നല്ല അടിപൊളി പത്തിരി കോഴിക്കറി കഴിഞ്ഞു. അത് കുടിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ കുറച്ച് തേങ്ങ പൊളിക്കാണ്ട്, കുറച്ച് ഇളനീർ വെട്ടാണ്ട്, അതിൻ്റെ നമുക്ക് ഫാമിൻ്റെ പഴയ ഫാമിൻ്റെ കാലിളക്കിയെടുക്കണം. എന്നിട്ട് പുതിയ ഷെഡ് കെട്ടാൻ വേണ്ടിയുള്ള പരിപാടി. ഇതിന് ചുറ്റും പുതിയ ഷെഡ് കെട്ടാൻ വേണ്ടി അവിടെയൊക്കെ കുറേ കാലുകളുണ്ട് പഴയ ഫാമിൻ്റെ ഷെഡിൻ്റെ. അതൊക്കെ ഒന്ന് ഊരിയെടുക്കണം. പോത്തിന് അയച്ചു വിട്ടീനോ? കുറച്ച് തേങ്ങ പൊളിച്ച ആദ്യം കുറച്ച് ഇളനീരുണ്ട്. ഇളനീരാണ് ചാടി മരത്ത് വന്ന് വെയിറ്റ് ഓവറാക്കി കൊണ്ട് ചാടിയാണ്.
നമ്മളെ തേങ്ങപ്പൊളി നടന്നുകൊടുക്കുകയാണ്. പരിപാടി ഗംഭീരമാക്കാൻ വേണ്ടി അക്കിം കക്കു രംഗത്തെത്തിയിട്ടുണ്ട്. അതൊക്കെയല്ലേ അപ്പോൾ നമുക്ക് ശക്തമായിട്ട് പൊളി തുടങ്ങാം. മൊത്തം 10 എണ്ണമൊക്കെ ഉണ്ടാവും. ആദ്യം 2 എണ്ണം കുടിച്ചിരുന്നു. നല്ല വെയിലല്ലേ? ഒരു വെയിലാണ്. ഞാൻ കിട്ടിട്ട് നല്ല തണുപ്പേ. നമ്മളെ മതിൽ വരും അപ്പം തിന്നേ അവിടെ തണുപ്പാ. അപ്പോൾ ഒറ്റപ്പാരയിൽ പണിയെടുക്കുകയാണ്. പാരൻ്റെ കാര്യം തീരുമാനമായി. നമുക്ക് സായിദാക്കൂരോടത്ത് പാര തീരുമാനിക്കണം. സാനാക്കൂൻ്റെ കൂടെ എന്താത് പോയി കൊണ്ടുവരാം. ഷഫിദ 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 ഇപ്പം ആരെടുക്കുന്നു കേട്ടോ. അടുത്ത പാര നമുക്ക് തീരുമാനമാക്കാം. അപ്പോൾ സേഫ്റ്റി പ്രൊട്ടക്ഷൻസോട് കൂടിയിട്ടുള്ള പുതിയ പാര പറയൂ. ആ എന്താണ് വീഡിയോ ഇറക്കാത്തത് കാരണം പറയാനുള്ളത് പറയാതെ നല്ല ഫീലുണ്ട്. മറ്റേ കയ്യിൽ തട്ടുള്ള ഒരു ഇടങ്ങളുണ്ടാവില്ല. തേങ്ങയുടെ ഒക്കെ കോലം നോക്കി തേങ്ങ വെറുതെ തേങ്ങല്ലേ തേങ്ങ. ഭയങ്കര ഉറപ്പും പറഞ്ഞോളി. തീരുമ്പോ പണി തരാൻ ഞങ്ങളുടെ കുക്കിന്ന് വന്ന പൂത. അപ്പോ തേങ്ങപ്പൊളി കഴിഞ്ഞു. ഇനി അടുത്ത പണി വെള്ളം കൂടി. ഓക്കെ. അപ്പോൾ തേങ്ങപ്പൊളി കഴിഞ്ഞു. ചാക്കിലാക്കിയിട്ട് എണ്ണ ആട്ടാൻ വേണ്ടിയാണ് തേങ്ങ പൊളിച്ചത് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ അധികം നമ്മുടെ തേങ്ങ തന്നെ നാട്ടിലാണ്. അപ്പോൾ ഇവിടെയുള്ള തേങ്ങയൊക്കെ പൊളിച്ചുകൊണ്ട് അത് വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടി കൊണ്ടുപോകണം. ഇനി തോട്ടത്തിൽ കുറച്ച് ഉണ്ട്, തേങ്ങ ഇടാനുണ്ട്. എല്ലാ തെങ്ങുമ്പോഴും ഉണ്ടാവും. ഞങ്ങൾക്ക് മുകളിലാകൊണ്ട് കിട്ടൂല, ആൾ വന്ന് കയറണം. വാക്കിൻ്റെ ചോട്ടിലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. വറുത്ത് കഴിഞ്ഞ് സാധനം തിരിച്ച് കൊണ്ടി കൊടുക്കട്ടെ. ഓക്കെ, നമുക്ക് നല്ല മോരും വെള്ളം ഉണ്ടാക്കി വെച്ച് അത് കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കാം കേട്ടോ. പാര. അപ്പോൾ നമ്മൾ രാവിലത്തെ പണിക്ക് കഴിഞ്ഞു. കുളിച്ച് ഫ്രഷായി ലോഹറിന് പള്ളിക്ക് പോകാട്ടോ. നമസ്കാരം കഴിഞ്ഞിട്ട് നല്ല നെയ്ച്ചോറും കോഴിക്കറിയുണ്ട്. അത് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വൈകുന്നേരം പരിപാടി ഒക്കെ പിന്നെ പോകണം. അപ്പോൾ ഈവനിങ് ടൈമായിട്ടോ. ആ സംസ്കാരം കഴിഞ്ഞ് വന്നു. സൈദാക്കിൻ്റെ കുറച്ച് വരുന്നവരുണ്ട്. സൈദാക്കിൻ്റെ കൂടെ തിരൂരിന്ന് സംശയിക്കും സെക്കിനാറ്റി കൊണ്ടാണ് ചെറുത്താൻ്റെ അമ്മയ്ക്ക് ഇവിടെ ഞങ്ങളുടെ സാനാക്കിനോടൊക്കെ പോയിക്കാം. മുഹമ്മദ് ഇന്ന് രാത്രി തിരിച്ച് ഇൻസൈറ്റ് പോവും. നമുക്കിനി കുറച്ച് പരിപാടികളുണ്ട്. കഴിഞ്ഞിട്ട് മഞ്ചേരി പോകണം. മഞ്ചേരി പോയിട്ട് ക്യാഷ് കൊടുക്കാനൊക്കെ ഉണ്ട്. അവിടെ ശമ്പു ഇവിടെ മുകളില അവിടെ ഉണ്ടോ? ശമ്പു ഇവിടെ ഉണ്ട്.
തന്നെ അതിൽ വിട്ടിട്ട് കുട്ടികളുണ്ടായിരിക്കണം ആ കുടത്തില്. നിന്റെ പേരെന്തേലും? നിന്റെ നൂഹ്. വിളിച്ചോക്കിയാ പൂച്ചനെ വിളിച്ചോക്കിയാ? മറ്റോടെ ബണ്ണിയുടെ ബണ്ണി ബണ്ണി ഹണിയുണ്ട് ബണ്ണി. രണ്ടും ഉണ്ടേനും അവിടെ കാണാനല്ല പോയി. ഫാത്തിമ എന്താണത്? ബിരിയാണിയോ? അല്ലാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. ഓക്കെ മഞ്ചേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലിപ്പറമ്പ് എത്തിയപ്പോൾ തന്നെ നല്ല ബ്ലോക്ക്. നെല്ലിപ്പറമ്പല്ല, ചരണി. മഞ്ചേരിയെത്തി. ശാപം കൊടുക്കുന്നുണ്ട്. അടിപൊളിയാക്കിയല്ലോ, പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാഷ് കൊടുക്കുന്നുണ്ട്. ജുന്നയിൽ പൈസ കൊടുത്തിട്ട് പോകുമ്പോൾ ഇതിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോട്ടോ. ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് അക്കിയാൽ കൊണ്ട് കാരക്കൊന്ന് കുറച്ച് മരുന്ന് എടുക്കാണ്ട് പോകുമ്പോൾ എടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളാഞ്ചാറ ഫാർമസിയിൽ എത്തിയിട്ടുണ്ടോ. ഹോസ്പിറ്റലിൻ്റെ ഫാർമസിയിൽ അക്കിയാവിൻ്റെ കുറച്ച് മരുന്നുണ്ടായിരുന്നു, എടുത്തിട്ട് പോവാം.